ഞാൻ അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്? ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതുമായി. ഇത് പോരാ, അതാണ്, ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഇടവിട്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ ആദ്യ അവസാനം വലിയ ഇവിടത്തെ കാര്യം മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിഴിഞ്ഞത്തെ കാര്യത്തിലും മുതലപ്പുഴയിലെ കാര്യത്തിലും ഒക്കെ വലിയ താല്പര്യത്തോടുകൂടിയാണ്. ഞങ്ങളിത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായി നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മാറ്റം തീർച്ചയായിട്ടും പോവാൻ എല്ലാവരും. ഇപ്പോൾ അവിടെ നമ്മുടെ മന്ത്രി ഷിബു ജോൺ പോയി, ഷിബു ബേബി ജോൺ പോയി, അവിടെ എല്ലാവരും പോയി. നമുക്ക് പോകുന്നതിലൊന്നും എന്താ ബുദ്ധിമുട്ട്. ഞാൻ അവരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള സാഹചര്യം. സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവര് ശത്രുവായിട്ട് കാണും. മനുഷ്യന്റെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെയല്ലേ, നമ്മളാണല്ലോ വിമർശിക്കപ്പെടേണ്ടവരും നമ്മളല്ലേ. നിങ്ങളിതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. എല്ലാ കാലഘട്ടങ്ങളിലും ഞാൻ ചെയ്യട്ടെ, എല്ലാ സ്ഥലത്തും ആളുകൾ കാണാതായ സ്ഥലങ്ങളിലുള്ള നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളത് ഞാനതാണ് പറഞ്ഞത്. ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടാണ് അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഞാൻ അക്കാര്യത്തിൽ അവർ എല്ലാം പൂർണ്ണമായി ഇതിൽ ഏകീകരിച്ചുകൊണ്ട് ഏകാഗ്രത പുലർത്തിക്കൊണ്ട് അത് ചെയ്തു. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തിയിൽ ചില ഇത് നമുക്ക് പറയാം, അതല്ലല്ലോ വേണ്ടത്. രക്ഷാപ്രവർത്തനത്തിനും അന്വേഷണത്തിനും ഉള്ള ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ചെയ്തു. അത് ഇനി മുതൽ ഇതൊരു അനുഭവമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല രീതി കൂടി ഉണ്ടാവും. അവരെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവർ പൊക്കോട്ടെ, സംഭവിക്കും. കടലിൽ പോയാൽ അങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് വലിയ ശ്രദ്ധയോടുകൂടി കാലാവസ്ഥാ പ്രവചനത്തിന്റെ കാര്യത്തിൽ കൂടി ഇന്ത്യയിലെ ഏറ്റവും നല്ല കാലാവസ്ഥാ പ്രവചനം നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാക്കി കൂടി മാറ്റി. കാലാവസ്ഥാ പ്രവചനം നടത്തുകയും അതോടൊപ്പം അതിന്റെ വാർണിംഗ് സിസ്റ്റം കുറെ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു മോഡലാക്കി കേരളത്തിനെ മാറ്റണമെന്നാണ്. ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കിക്ക് ശേഷം ഉണ്ടായില്ല, 2018 പ്രളയത്തിന് ശേഷം ഒന്നും ഉണ്ടായില്ല, ഒരു തയ്യാറെടുപ്പ് ഒന്നും ഉണ്ടായില്ല. ഇനി അത് പറ്റരുത്. ഇത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചത്. കാരണം കേരളത്തിന്റെ ഒരു മുൻഗണനയാണ് ഈ കാര്യത്തിൽ. ഒരു അപകടമുണ്ട്. അറബിക്കടലിലെ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അറബിക്കടൽ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്താണ്. തീർച്ചയായിട്ടും അത് ചെയ്യും. സിഎം നേരത്തെ പറഞ്ഞിരുന്നു ഈ ഇൻഷുറൻസ് അടക്കം കിട്ടുന്നതിൽ 7 കൊല്ലം വരെ കാലതാമസം എടുക്കുന്നു. അതൊക്കെ ഉടൻ തന്നെ പരിഷ്കരിക്കപ്പെടും. അതെല്ലാം കാരണം ആ കുടുംബങ്ങളെ സഹായിക്കാണ്. അതിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും ഉടൻ തന്നെ. ഈ കാര്യത്തിൽ തന്നെ അതിന്റെ നടപടികളുണ്ട് ഉറപ്പായിട്ടും. അതെല്ലാ കാലവും സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ അതിലൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. കടൽ ഭിത്തി നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അശ്രദ്ധയും അശാസ്ത്രീയതയൊക്കെ ഉണ്ടാവുന്നു. കടൽ ഭിത്തി നിർമ്മാണത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും പുതിയ പ്രോജക്റ്റുകളും മുഴുവൻ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. എത്ര കോടി രൂപയായാലും. തീരശോഷണം നേരത്തെ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അതിഭയങ്കരമായ തീരശോഷണം നടക്കുന്നുണ്ട്. തെക്ക് മുതൽ വടക്കേ അറ്റം വരെ നടക്കുന്നുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ 10-20 ഈ കടലോരങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള അപകടകരമായ രീതിയിൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ തീരശോഷണം നടക്കുന്നുണ്ട്. തീരപ്രദേശത്ത് ഇപ്പോൾ നമ്മളൊരു വീട് കാണുമ്പോൾ അടുത്ത മൺസൂണിൽ ചിലപ്പോൾ ആ വീടില്ല എന്നുള്ള സ്ഥിതിയൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം